അങ്ങനെ വലിയൊരു അപ്ഡേറ്റ് ഒക്കെ കേട്ടതിന്റെ ഒരു സന്തോഷത്തിലാണ് മലയാളികളൊക്കെ. കാരണം മോഹൻലാലിന്റെ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാൽ കൂടി സിനിമയിലേക്ക് വരികയാണ്. പ്രണവ് മോഹൻലാലിന് തൊട്ടു പിന്നാലെ ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിലൂടെയാണ് വിസ്മയയുടെ അരങ്ങേറ്റം. ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തുവിട്ട് മോഹൻലാലും ആശീർവാദ് സിനിമാസും. സൈഫുനീസ അലിയാർ ചേരുന്നുണ്ട് നമുക്കിപ്പം. സൈഫുനീസ, ഈ അപ്പുവിന് പിന്നാലെ മായ കൂടി സിനിമയിലേക്ക് വരികയാണ്. സാധാരണ ഇപ്പോൾ നമ്മൾ നോർമലി ഈ വിസ്മയയുടെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ നോക്കുന്ന സമയത്ത് ഈ സിനിമയിൽ നിന്നൊക്കെ മൊത്തത്തിൽ മാറി ഒരു ചിത്രരചനയും യാത്രകളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണെന്നാണ് മനസ്സിലായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സിനിമയിലേക്ക് കൂടി വരികയാണ്. എന്താണ് പുതിയ അപ്ഡേറ്റുകൾ പറയുന്നത്? സേതുലക്ഷ്മി, മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ എന്ന മായ സിനിമയിലേക്ക് നായിക എത്തുകയാണ്. ജൂഡ് ആന്റണി ജോസഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് വിസ്മയ മോഹൻലാൽ നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മോഹൻലാൽ തന്റെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. മകൾക്കൊരു സ്നേഹത്തോടുള്ള ഒരു കുറിപ്പായാണ് ഈ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. മായക്കുട്ടി, ഈ തുടക്കം ഇനിയുള്ള ആയുഷ്കാലം മുഴുവൻ സിനിമയുമായുള്ള ഒരു സ്നേഹബന്ധത്തിനുള്ള തുടക്കമാകട്ടെ ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ജൂഡ് ആന്റണി ജോസഫ് നേരത്തെ തന്നെ ഈ തുടരും സിനിമ റിലീസായി, അത് വലിയ ഹിറ്റായതിന് പിന്നാലെ തന്നെ മോഹൻലാലുമായി ഒരു ചിത്രം ചെയ്യണമെന്ന ആഗ്രഹം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മോഹൻലാലിന്റെ തന്നെ ആശീർവാദ് സിനിമാസിൽ നിർമ്മാണത്തിൽ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ജൂഡ് ആന്റണി ജോസഫിന് അവസരം ലഭിച്ചിരിക്കുന്നത്. ആന്റണി പെരുമ്പാവൂരാണ് സിനിമ നിർമ്മിക്കുന്നത്. ഈ ആശീർവാദ് സിനിമാസിന്റെ 25ാം വർഷം കൂടിയാണിത്. 2000-ലാണ് ആശീർവാദ് സിനിമാസ് ആദ്യ സിനിമ നിർമ്മിച്ചത്. ആശീർവാദ് സിനിമ പ്രൊഡക്ഷന്റെ 25ാം വർഷത്തിലാണ്, കാൽ നൂറ്റാണ്ട് എത്തുമ്പോഴാണ് മകൾ വിസ്മയ മോഹൻലാൽ ഈ വെള്ളിത്തിരയിലേക്ക് എത്തുന്നത്. ജൂഡ് ആന്റണി ജോസഫിന്റെ അടുത്ത ചിത്രം ഒരു തമിഴ് സിനിമയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമാകും ഈ തുടക്കം സിനിമയുടെ സംവിധാന ജോലികളുമായി ജൂഡ് ആന്റണി ജോസഫ് സജീവമാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ഹോം പ്രൊഡക്ഷനിൽ തന്നെ വിസ്മയ കൂടി വെള്ളിത്തിരയിലേക്ക് വരികയാണ്. ഇപ്പോ ഇതിന്റെ തുടക്കമൊക്കെ, സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ പ്രാഥമിക ചർച്ചകളൊക്കെ ആയിട്ടുണ്ടോ? പ്രാഥമിക ചർച്ചകൾ കഴിഞ്ഞു. അതിന്റെ ഭാഗമായുള്ള ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അതിന്റെ ഏകദേശ കഥയും ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം ആ തുടക്കം എന്ന് പറയുന്ന എഴുതിയിരിക്കുന്നതിന്റെ അവസാനം പോലും മുഷ്ടി ചുരുട്ടിയിരിക്കുന്ന ഒരു കൈകളാണ് അവസാനം ഉള്ളത്. അതൊരു ആക്ഷൻ ചിത്രമാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ അതിന്റെ പ്രമേയമെന്നൊന്നും ഇപ്പോൾ വ്യക്തമായിട്ടില്ല. പക്ഷേ കുറച്ചെന്തെങ്കിലും ആ സിനിമയുടെ വിവരങ്ങൾ പുറത്തുവിടുന്ന രീതിയിലുള്ള ഒരു പോസ്റ്ററാണ് ഇപ്പോൾ മോഹൻലാൽ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും മകൻ നേരത്തെ തന്നെ, പ്രണവ് മോഹൻലാൽ നേരത്തെ തന്നെ സിനിമയിലേക്ക് എത്തിയിരുന്നു, ബാലതാരമായും ഒക്കെ എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2018-ൽ ആദ്യം എന്ന് പറയുന്ന സിനിമയിലൂടെ നായക കഥാപാത്രമായി എത്തി. അങ്ങനെ മകൻ തിളങ്ങി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ മകൾ വിസ്മയ മോഹൻലാൽ എന്ന മായ മോഹൻലാൽ കൂടി സിനിമയിലേക്ക് എത്തുന്നത്. മായ നേരത്തെ തന്നെ എഴുത്തുകളിൽ സജീവമായിരുന്നു. ആമസോണിലടക്കം വിസ്മയുടെ രചനകൾ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെ ഇപ്പോൾ അഭിനയത്തിൽ കൂടി മകൾ കഴിവ് തെളിയിക്കാൻ എത്തുകയാണെന്ന സന്തോഷ വിവരമാണ് അച്ഛൻ മോഹൻലാൽ പങ്കുവയ്ക്കുന്നത്. ശരി സൈഫുനീസ. അപ്പോൾ പ്രണവ് മോഹൻലാൽ സിനിമയിൽ വന്നതിന് ശേഷം തന്നെ ആരാധകരൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ്, ഇപ്പം മകൻ വന്നു, ഇനി മകൾ എന്നാകും സിനിമയിലേക്ക് വരിക, മോഹൻലാലിന്റെ മകൾ ഇനി സിനിമയിലേക്ക് വരുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ചോദ്യങ്ങളെയൊക്കെ അടിസ്ഥാനത്താക്കിക്കൊണ്ട് ഒരു പ്രഖ്യാപനം കൂടി വന്നിരിക്കുകയാണ്. തുടക്കത്തിലൂടെ വിസ്മയ മോഹൻലാലും സിനിമയിലേക്ക് ചുവടുവയ്ക്കാൻ ഒരുങ്ങുകയാണ്. വിവരങ്ങളൊക്കെ പങ്കുവെക്കുകയായിരുന്നു സൈഫുനീസ അലിയാർ കൊച്ചിയിൽ നിന്ന്.